സ്റ്റുഡൻസ്, നാളെ ഓപ്പൺ ഹൗസ് ആണ്. എല്ലാവരും പാരന്റ്സിനെയും കൊണ്ടുവരണം. ഓപ്പൺ ഹൗസാ അമ്പാടി? അപ്പൊ നാളെ ഇത് ഗോസ്റ്റ് ഹൗസ്. രക്ഷപ്പെടണോടാ. മിസ്, നാളെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നാ മതിയോ? അച്ഛനും അമ്മയും രണ്ടുപേരും വരണം, കമ്പൽസറി. അച്ഛനെ മാത്രം കൊണ്ടുവരാന്ന് വിചാരിച്ചതാ. ദേ ഇപ്പൊ അമ്മയും കൊണ്ടുവരാൻ പറയുന്നു. ചിണ്ടു, മിസ്, നിന്റെ അമ്മയും കൊണ്ടുവരണം, മനസ്സിലായോ? ഓക്കെ മിസ്. ഓക്കെ മിസ്. നാളെ ഞാൻ പറയുന്നുണ്ട് ഇന്ന് നടന്ന കാര്യം. മിസ് 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 വേണ്ട മിസ്. ഡയറി നീ സൈൻ ചെയ്യുമല്ലേ? നിന്നെ ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. മിസ് മിസ് മിസ്. അയ്യോ. നമസ്കാരം മിസ്. വരൂ സർ. നിങ്ങളാണല്ലേ ചിണ്ടുന്റെ അച്ഛൻ? ആ. എന്താ മിസ്സിസ് വന്നില്ലേ? മിസ്സിസ് വന്നില്ല, ഇത് മിസ്സായി പോയി. ഏ, അല്ല, ഭാര്യക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാ. നിങ്ങളുടെ മോനല്ലേ ഇത്? അതേ മിസ്, മകന. രണ്ടാമത്തത് മകളാ. അവള് തീരെ സംസാരിക്കില്ല അങ്ങനെ, പക്ഷെ നന്നായിട്ട് പഠിച്ചോളൂ. അയ്യോ സാർ, ഞാൻ അതല്ല പറഞ്ഞത്. ഇവൻ എന്താ ചെയ്തെന്നറിയോ? എല്ലാവരുടെ ഹോംവർക്കിൽ ഇവൻ സൈൻ ചെയ്ത് കൊടുക്കാന്നേ. ചിണ്ടു, അല്ലച്ച വെറുതെ. നിങ്ങളുടെ സൈൻ കൂടി അവൻ ചെയ്യും. സത്യമാണോടാ? നീ എന്റെ സൈനൊക്കെ ചെയ്യൂ? അതെ അച്ഛാ, അച്ഛന്റെ സൈൻ ഉണ്ടല്ലോ, ഞാനേ ഈച്ച കോപ്പി അടിച്ചു വെക്കും. ഇത് നല്ല വഴക്ക് പറയേണ്ട കാര്യമോ, അല്ലാതെ അഭിമാനിക്കേണ്ട കാര്യമല്ല. എത്ര വലിയ ക്രൈമാണെന്ന് അറിയോ ഇത്? എന്താ ഇതൊക്കെ ക്രൈമാണെന്നോ? അത് മാത്രമല്ല, ഈ വർഷം ഇവൻ ഹാഫ് ഇയർ എക്സാമിൽ 3 സബ്ജക്റ്റിലെ ഫെയിൽ ആയിരിക്കുന്നത്. 3 സബ്ജക്റ്റിൽ ഫെയിലോ? അയ്യോ, ചതിച്ചല്ല ഈശ്വര. എടാ ചിണ്ടു. അച്ഛാ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും പാസ്സാവും അച്ഛാ. നെക്സ്റ്റാ ഇവൻ വേഴ്സ്റ്റ് സാർ. കഴിഞ്ഞ ഓപ്പൺ ഹൗസിന് വേണ്ടി ഇത് തന്നെ പറഞ്ഞേ. അതെ. റാങ്ക് കാർഡിൽ സൈൻ ചെയ്യാൻ പറയും നിങ്ങളുടെ മിസ്സിസിനോട്. ശരി, ഓക്കെ. ഇപ്പൊ ഇനി എന്താ ചെയ്യാ? ശരി, ഞാൻ തന്നെ സൈൻ ചെയ്യാം.